നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത കാലത്ത് ഇറങ്ങിയത് കോമഡി ആയിപ്പോയ ചില ഡി ഏജിങ് വർക്കുകളാണ്. ആദ്യത്തെ സിനിമയാണ് ആചാര്യ എന്ന സിനിമ. ഈ ഒരു സിനിമ 2022 ഏപ്രിലായിരുന്നു ഇറങ്ങിയത്. ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ മാസമായിരുന്നു RRR സിനിമ ഇറങ്ങിയത്. അങ്ങനെ വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന രാംചരന്റെ ഡാഡിയായ ചിരഞ്ജീവിക്കാണെങ്കിൽ ഒരു നല്ല പടവും ഉണ്ടായിരുന്നില്ല. രാംചരനാണെങ്കിൽ ആ ഒരു സിനിമയിലൂടെ കേറി പോകുന്നു. അങ്ങനെ നീ ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിരഞ്ജീവികാര് ഹൈപ്പിൽ നിന്നിരുന്ന രാംചരൻ ആചാര്യ സിനിമയിൽ കൊണ്ടുപോയി ക്യാമിയോ റോളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രാംചരനെ കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരു മുഴുനീള ക്യാരക്ടറായിരുന്നു. ഈ ഒരു സിനിമ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. 140 കോടി ബഡ്ജറ്റിൽ വന്ന് 70 കോടിയാണ് തിരിച്ചു കിട്ടിയത്. ഈ ഒരു സിനിമയിൽ നിസാര സെക്കൻഡുകൾക്ക് വേണ്ടി ഡി ഏജിങ് ടെക്നോളജി യൂസ് ചെയ്തു. ഈ ഒരു സീൻ ആ ഒരു ടൈമിൽ എയറിലായിരുന്നു. അടുത്തത് ജയൻ രവിയുടെ കോമാളി എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നായകനാവാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത് പ്രഭുദേവയായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പ്രഭുദേവയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീടായിരുന്നു ജയൻ രവി വന്നത്. ഈ ഒരു സിനിമയിൽ ജയൻ രവി +2 പഠിക്കുന്ന പയ്യനായി, പിന്നീട് കോമയിൽ കിടന്ന് പ്രായമായ ഒരു ക്യാരക്ടറായി, അങ്ങനെ 2 ഗെറ്റപ്പിൽ വരുന്നു. +2 പയ്യനാവാൻ ഡി ഏജിങ് യൂസ് ചെയ്തു. പക്ഷേ ഈ ഒരു സീനിൽ ഡി ഏജിങ് ടെക്നോളജി അത്ര കറക്റ്റ് ആയില്ല. ഇതുകൊണ്ട് തന്നെ ഫേസ് വളരെ ബ്രൈറ്റ് ആയി എടുത്തു കാണിച്ചിരുന്നുവെങ്കിലും വലിയൊരു കുഴപ്പമില്ല. ചെറിയ രീതിയിൽ ഒരു കൊറിയൻ ബോയ്. നമ്മളിൽ പലരും ഡി ഏജിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ആദ്യം നടനെ ഒരു റൂമിലിരുത്തി പല ആംഗിളിൽ ഫോട്ടോ എടുക്കും. ഈ ഒരു ഫോട്ടോ എല്ലാം വെച്ച് നടന്റെ ഫേസും തലയും മൊത്തത്തിൽ ഒരു 3D മോഡൽ ഉണ്ടാക്കും. നടനെപ്പോൾ അത്യാവശ്യം പ്രായമായെന്ന് കരുതുക, മുഖത്തെ ചുളിവുകളെല്ലാം ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ നടനെ ഒരു ടീനേജ് പയ്യനാക്കണം. അപ്പോൾ CGIയിലൂടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുത്ത മോഡലിന് പയ്യനാക്കാൻ വേണ്ട പല മാറ്റങ്ങളും വരുന്നു. മോഡലിന്റെ ഫേസിൽ ചുളിവുകൾ മാറ്റാം, ഫേസ് ഷേപ്പ് കറക്റ്റ് ആക്കാം, സ്ട്രക്ചർ കറക്റ്റ് ആക്കാം. അങ്ങനെ നടന്റെ ബെസ്റ്റ് വെർഷൻ ഉണ്ടാക്കാം. ഈ ഒരു മോഡലിന് എക്സ്പ്രഷൻസ് ഇടാനും കഴിയും. ഇതിനായി ചെയ്യുന്നത് ഒറിജിനലായി നടൻ എന്ത് എക്സ്പ്രഷൻ ആണോ വേണ്ടത് ആ ഒരു എക്സ്പ്രഷൻ റിയലായി ഇടണം. ഇതും പല ആംഗിളിൽ ക്യാപ്ചർ ചെയ്തെടുക്കും. ഇത് മോഡലിലേക്ക് ഇൻസർട്ട് ചെയ്ത് ആ ഒരു എക്സ്പ്രഷൻ 3D മോഡലിൽ ചെയ്യുന്നത്. ഉദാഹരണം മാട്രാൻ സിനിമ. ഇത് ഡി ഏജിങ് അല്ല, ഡ്യൂപ്പിന്റെ ഒരു കാര്യമാണ്. ഈ ഒരു സിനിമയിൽ സൂര്യ ഡബിൾ റോളാണ്. ഒരു ക്യാരക്ടർ അല്പം വെടക്കായത്, മറ്റൊരുത്തൻ ഡീസന്റ്. അപ്പോൾ ഇതിൽ മുടിയധികം ഇല്ലാത്ത ഈ ഒരു ക്യാരക്ടറാണ് ഡീസന്റ്. അപ്പോൾ ഡീസന്റ് സൂര്യയുടെ മോഡൽ ഉണ്ടാക്കി വേണ്ട എക്സ്പ്രഷൻസ് ഷൂട്ട് ചെയ്തു. ശേഷം ഇവിടെ നടന്നു വരുന്നത് ബാക്കിൽ നിൽക്കുന്നത് ഒറിജിനൽ സൂര്യയാണ്. ലെഫ്റ്റിൽ മറ്റൊരു വ്യക്തി. ഇദ്ദേഹത്തിന്റെ ഫേസിലേക്ക് ആ ഒരു 3D മോഡൽ ഇൻസർട്ട് ചെയ്തു. ചില സീനുകളിൽ മാത്രമേ ഈ ഒരു സിനിമയിൽ 3D മോഡൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഭൂരിഭാഗ സീനും പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ഡീപ് ടെക്നിക്കാണ്. അതായത് ഒരു ക്യാരക്ടറെ സെപ്പറേറ്റ് ആയി ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്ത് തല കട്ട് ചെയ്ത് ഇവിടെ ഫിക്സ് ചെയ്യും. ആദ്യമായി ഡി ഏജിന് ചെയ്തത് 2006 എക്സ്മാൻ ലാസ്റ്റ് എന്ന സിനിമയിൽ ഈ ഒരു സീനിലെ ചാൾസ് സേവിയർ ക്യാരക്ടറെയും നമ്മുടെ മഗ്നെറ്റോ ക്യാരക്ടറെയും പലരുടെയും ഡൗട്ടാണ് ODN സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഡി ഏജിന് ചെയ്തിട്ടുണ്ടോ. ഈ ഒരു ഡൗട്ടിന്റെ കാരണം ഈ ഒരു സിനിമ ഇറങ്ങി പിറ്റേ വർഷമായിരുന്നു കോമാളി സിനിമ ഇറങ്ങി. ഇതിനെല്ലാം മുമ്പ് തന്നെ മികച്ച ഡി ഏജിങ് വർക്കുകൾ ഇന്ത്യൻ സിനിമയിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ODN സിനിമയിലും വേണമെങ്കിൽ ഡി ഏജിങ് ചെയ്യാമായിരുന്നു. നല്ല സ്റ്റുഡിയോകൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ ODN സിനിമയിൽ ബൊട്ടോക്സ് എന്ന ഒരു ഇഞ്ചക്ഷൻ ആണ് യൂസ് ചെയ്തത്. അത് ഫേസിലാണ്. ബൊട്ടോക്സ് യൂസ് ചെയ്താൽ ഫേസിലെ സ്കിൻ വളരെ ടൈറ്റ് ആയി ചുളിവുകളെല്ലാം മാറും. ഇതിലും ബെറ്റർ ആയിരുന്നു ഡി ഏജിങ് ഓപ്ഷൻ. അടുത്തത് നമ്മുടെ ബാലയ്യ. വീരസിംഹറെഡ്ഡി എന്ന സിനിമയിൽ ബാലയ്യ ഡബിളാണ്. 60 വയസ്സായ അച്ഛൻ ബാലയ്യ, 20 വയസ്സായ മകൻ ബാലയ്യ വേണമായിരുന്നു. ബാലയ്യയോട് 20 വയസ്സുകാരനാവാൻ ഡി ഏജിന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ബാലയ്യ സെറ്റിൽ പ്രശ്നമുണ്ടാക്കി. ആ ഒരു ദിവസം ബാലയ്യ ഒരുപാട് മദ്യപിച്ചു. പൊതുവെ ബാലയ്യ ഡെയിലി രാത്രിയായാൽ 1.5 കുപ്പി വരെ അകത്താക്കാറുള്ളതാണ്. ആ ഒരു ദിവസം 2 കുപ്പി അകത്താക്കിയെന്നു. അവസാനം ബാലയ്യ എഴഞ്ഞായിരുന്നു റൂമിൽ പോയത്. പിറ്റേ ദിവസം ബാലയ്യ ഇനി സെറ്റിൽ വരില്ല എന്നാണ് പ്രൊഡ്യൂസർ കരുതിയത്. പക്ഷെ അങ്ങനെയായിരുന്നില്ല. രാവിലെ തന്നെ ബാലയ്യ അതും മേക്കപ്പ് ചെയ്ത് ഒരു 20 വയസ്സുകാരനെന്ന് ബാലയ്യ സ്വയം കരുതുന്ന ഗെറ്റപ്പ്. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാലയ്യ ഉദ്ദേശിച്ച 20 വയസ്സുകാരൻ പയ്യൻ. അന്ന് ബാലയ്യ പ്രൊഡ്യൂസറിനോട് പറഞ്ഞത് താൻ ഇന്നലിപ്പം കൂടുതൽ സമയം മേക്കപ്പ് ചെയ്തെന്നു താൻ പറഞ്ഞതല്ലേ, 20 വയസ്സുകാരനാവാൻ തനിക്ക് മേക്കപ്പ് മാത്രം മതി, ഡി ഏജിന്റെ ആവശ്യമില്ല എന്ന്. താൻ മീശയും താടിയും പഠിച്ചാൽ തനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഒരു കോളേജ് പയ്യനായി അഭിനയിക്കാമെന്ന് ബാലയ്യ പറഞ്ഞു. അങ്ങനെ ബാലയ്യ ആ ഒരു സിനിമയിൽ ഹണി റോസിന്റെ മകനായി അഭിനയിച്ചു. അടുത്തത് ആദിപുരുഷ് സിനിമയാണ്. നിങ്ങൾ വിചാരിക്കും ആദിപുരുഷിൽ ഡി ഏജിങ് യൂസ് ചെയ്തിട്ടുണ്ടോ? എന്നാൽ ആദിപുരുഷ് സിനിമയിലും ഡി ഏജിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ ഫേസിൽ പല മാറ്റങ്ങൾ വന്നിരുന്നു. ഫേസ് ഫാറ്റ് കുറയ്ക്കുന്നതിന്, സ്ട്രക്ചർ കൊണ്ടുവരുന്നതിന് ആദിപുരുഷിൽ ഡി ഏജിങ് യൂസ് ചെയ്തിരുന്നു. ബാഹുബലി സിനിമയിൽ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടുവരാനും നോക്കിയിരുന്നു. അങ്ങനെ ഫേസ് തന്നെ എന്തോ ഒരു പോരായ്മ തോന്നി. ഈ ഒരു സിനിമ തന്നെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്തത് വിജയണ്ണന്റെ വോട്ട് സിനിമയാണ്. വോട്ട് സിനിമ
സിനിമയിലെ സോങ് റിലീസ് ചെയ്തപ്പോൾ തന്നെ വിജയണ്ണന്റെ ഈ ഒരു ലുക്കിന് പല ട്രോളുകളും വന്നിരുന്നു. ഡി ഏജിങ്ങും ഇതിനോടൊപ്പം തന്നെ VFX യൂസ് ചെയ്തിരുന്നു. ട്രോളുകൾ വന്നതുകൊണ്ട് ഡി ഏജിങ് ടീം ഒന്നും കൂടി എഡിറ്റ് ചെയ്താണ് ഇങ്ങനെയാക്കി മാറ്റിയത്. ഇനി നമുക്ക് ചില മികച്ച ഡി ഏജിങ് വർക്ക് നോക്കാം. ആദ്യത്തേത് ഗോസ്റ്റ് എന്ന സിനിമയാണ്. ശിവരാജ് കുമാർ ആയിരുന്നു ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടർ. ഈ ഒരു സിനിമയിൽ 60-ലധികം വയസ്സുള്ള ബിഗ് ഡാഡി എന്ന ക്യാരക്ടറായി ആനന്ദ് റാവു എന്ന ചെറുപ്പക്കാരനായ മകനായി ശിവരാജ് കുമാർ ഈ ഒരു സിനിമയിൽ ഡബിൾ റോൾ ചെയ്തു. ഏകദേശം പെർഫെക്റ്റ് ആയി തന്നെ ആ ഒരു ക്യാരക്ടർ വന്നിരുന്നു. ഇത് തന്നെയായിരുന്നു ബാലയ്യോടും പറഞ്ഞത്. പക്ഷേ ബാലയ്യക്ക് പറ്റില്ല. അടുത്ത സിനിമയാണ് കൽക്കി എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ അമിതാഭ് ബച്ചനെ ഡി ഏജിങ് ചെയ്തു. വേണമെങ്കിൽ ഇവർക്ക് ഈ ഒരു സീനിൽ അഭിഷേക് ബച്ചനെ കൊണ്ടുവരായിരുന്നു. പക്ഷേ ഒരു പെർഫെക്ഷന് വേണ്ടി സിനിമയുടെ ടീം റിസ്ക് എടുക്കാൻ തയ്യാറായി. അമിതാഭ് ബച്ചന്റെ ചെറുപ്പകാലത്തിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് അതിൽ നിന്നും ഒരു 3D മോഡൽ ഉണ്ടായി. അങ്ങനെ പൂർണ്ണമായും 3D മോഡലിലാണ് ഈ ഒരു ഫേസ് ഉണ്ടാക്കിയത്. ശേഷം അമിതാഭ് ബച്ചൻ ഡബ് ചെയ്തപ്പോൾ അല്പം പെർഫെക്റ്റ് ആയി തന്നെ ആ ഒരു ക്യാരക്ടറും അടുത്തത് സൽമാൻ ഖാന്റെ ഭാരത് എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ ഭാരത് എന്ന ക്യാരക്ടറിന്റെ പല ജീവിതഘട്ടങ്ങൾ കാണിക്കുന്നു. ചെറുപ്പക്കാരനായ ഭാരതമുണ്ട്. ഇതും അഭിനയിച്ചത് സൽമാൻ ഖാൻ തന്നെയാണ്. ഡി ഏജിങ്ങിലൂടെ അതും അത്യാവശ്യം പെർഫെക്റ്റ് ആയി തന്നെ വന്നിട്ടുണ്ട്. അടുത്ത സിനിമയാണ് ഷാരൂഖ് ഖാന്റെ ഫാൻ എന്ന സിനിമ. 2016 ഫാൻ എന്ന സിനിമ പുറത്തിറങ്ങിയത്. വളരെ പെർഫെക്റ്റ് ആയി ആ ഒരു സിനിമയിൽ ഡി ഏജിയുടെ വർഷം വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ ഷാരൂഖ് ഖാൻ ഡബിളാണ്. ഇതുപോലെ തന്നെ ലാൽ സിംഗ് ചദ്ദ എന്ന സിനിമയിൽ ഷാരൂഖ് ഖാന്റെ ഡി ഏജിംഗ് ഉണ്ട്. അതും പെർഫെക്റ്റ് ആയിരുന്നു. അടുത്ത സിനിമയാണ് നിലവിൽ പുറത്തിറങ്ങിയ രേഖാചിത്രം എന്ന സിനിമ. ഒരു ലോ ബഡ്ജറ്റ് സിനിമയായിട്ടും വളരെ പെർഫെക്റ്റ് ആയി മമ്മൂക്കയുടെ ചെറുപ്പകാലഘട്ടത്തിൽ അഭിനയിച്ച കാതോട് കാതോരാം എന്ന സിനിമയിൽ ഈ ഒരു ക്യാരക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്. ട്വിങ്കിൾ സൂര്യ എന്ന ഡ്യൂപ്പിനെ യൂസ് ചെയ്ത ഈ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്തത്. ഫേസിൽ മാത്രമേ മോഡലിംഗ് ചെയ്യാൻ കഴിയൂ. ഇതുകൊണ്ട് തന്നെ ബോഡി ഏകദേശം മമ്മൂക്കയുടെ പോലെയൊക്കെ ഇദ്ദേഹവും വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഡി ഏജിങ്ങും ഇല്ലാതെ മേക്കപ്പിലൂടെ മാത്രം ചെറുപ്പമാവുന്ന നടന്മാരാണ്. ആദ്യത്തെ നടനാണ് തന്നെ ചെറുപ്പമാകാൻ ഒരു ഷേവിംഗ് ബ്ലേഡ് മാത്രം മതി. അടുത്ത നടനാണ് നമ്മുടെ സൂര്യാണ്. സൂര്യാണ്ണന് ടൈം കൊടുത്താൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് കുറച്ച് അദ്ദേഹം ചെറുപ്പമായി വരുന്നത്. മികച്ച ഫേഷ്യൽ സ്ട്രക്ചർ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയും. 2009 ആദവൻ എന്ന സിനിമ ഇറങ്ങി. ഈ ഒരു സിനിമയിൽ സൂര്യാണ്ണൻ കുട്ടിയായി വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഡി ഏജിങ് ഇന്ത്യയിലില്ല. മേക്കപ്പ് മാത്രം യൂസ് ചെയ്താണ് ഈ ഒരു സീൻ ഉണ്ടാക്കിയത്. ഒരു ചെറിയ കുട്ടിയുടെ ബോഡിയിൽ ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്ത സൂര്യണ്ണന്റെ ഹെഡ് കട്ട് ചെയ്ത് കയറ്റി. ഇതുപോലെ തന്നെ മേക്കപ്പ് മാത്രം യൂസ് ചെയ്തു. 70-60 വയസ്സിൽ നിന്ന് മിഡിൽ ഏജ് മേലാവാൻ കഴിയുന്ന നടന്മാരാണ് നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, രജനീകാന്ത്.